അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യുരീദു ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ സംഗമം തമ്പുരാൻ അടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്രമമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ബിർറുൽ വാലിദൈനിയുമായി ബന്ധപ്പെട്ട്, അഥവാ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനിൽ ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ക്ലാസിന്റെ തുടർച്ചയിൽ ലഭ്യമായ 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ചർച്ചയ്ക്ക് വിഷയമായിരുന്നത്. അവശേഷിക്കുന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ അവസാനത്തിൽ ഇസ്ലാമിലെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു വെച്ചു എന്നത് മാന്യ സദസ്സിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആ ചോദ്യം സാധാരണഗതിയിൽ നമ്മുടെ കാലഘട്ടത്തിലെ കുടുംബത്തിനകത്ത് സർവ്വസാധാരണമായി നടക്കുന്ന അനുഭവങ്ങളാണ്. മാതാപിതാക്കളും മക്കളും നാം ഉൾക്കൊള്ളുന്ന കുടുംബവുമൊക്കെ ഇസ്ലാമിന്റെ ശരിയായ തർബിയത്തിൽ, അഥവാ ശിക്ഷണശീലങ്ങളിൽ വളർന്നവരാണ് എങ്കിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ഉണ്ടായാൽ തന്നെ അതിന് ശരിയായ പരിഹാരങ്ങൾ ഉണ്ടാവുകയും ആ പരിഹാരങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല സുൽഹിലും രഞ്ജിപ്പിലും പരസ്പരം വിട്ടുവീഴ്ചയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തും മനസ്സിലാക്കാൻ ശ്രമിച്ചുമുള്ള ഒരു സമീപനവും സംഭവിക്കും. എന്നാൽ അത്തരം സംഗതികൾ പ്രശ്നങ്ങളായി നിലകൊള്ളുകയും അതിൻ്റെതായ അസ്ക്യതകൾ തുടരുകയും ക്രമേണ ബന്ധങ്ങളുടെ ചൈതന്യത്തെ, ബന്ധങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അതിന്റെ ഒരു പശിമയെ, അതിന്റെ റൂഹിനെ, അതാണ് ചൈതന്യം കൊണ്ട് ഉദ്ദേശിച്ചത്, അതിനെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഒരു വക അവസ്ഥയിൽ അങ്ങനെ ആ ബന്ധങ്ങൾ തുടരുകയും ചെയ്യും. അതാണ് അധികവും സംഭവിക്കുക. മാതാപിതാക്കളുടെ പ്രകൃതം, സ്വഭാവം, പെരുമാറ്റം, അവരുടെ ഫല്ലൻ ഖലീദ് അഥവാ പരുഷമായ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ചില പ്രകൃതങ്ങൾ, സാമ്പത്തികമായ വിഷയത്തിൽ ചില കടുംപിടുത്തങ്ങൾ, അവർ ശീലിച്ചതും പാലിച്ചതുമായ അവർ പരിഗണന കൊടുക്കുന്നതായ വിഷയങ്ങൾ മക്കളായ പുതുതലമുറക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിവിശേഷം, മക്കളായ ഈ പുതുതലമുറയുടെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ആർജിച്ചെടുത്ത ഈ മക്കളുടെ ശീലങ്ങളും സ്വഭാവങ്ങളും അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരെ ഉൾക്കൊള്ളായിക, പഴയ തലമുറയിൽ ഭർത്താവിനെ പൂർണ്ണമായും അനുസരിച്ച് ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്തും ഏത് ആക്ഷേപങ്ങളെയും നേരിട്ടും പ്രതികരിക്കാതെയും ഒക്കെ ജീവിച്ച ഭാര്യമാരെ അനുഭവിച്ച നമ്മുടെ മാതാപിതാക്കൾ, മുൻ തലമുറ, നമ്മുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായും യോഗ്യതാപരമായും തൊഴിൽപരമായും അതിനെല്ലാം ഉപരി മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചുമൊക്കെ നല്ല ബോധവും ചിന്തയുമുള്ള പുതുതലമുറയിലെ ഭാര്യ ഭർത്താക്കന്മാരായ മക്കളായ നമ്മിൽ നിന്ന് ഉത്ഭൂതരാകുന്ന നമ്മുടെ മക്കളായിട്ടുള്ള ഈ നമ്മുടെ മാതാപിതാക്കൾക്ക് പേരമക്കളായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ പോകുന്ന അവസ്ഥയിൽ ബന്ധങ്ങൾ വഷളാവുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ കുറെയൊക്കെ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയും എന്നാൽ പലപ്പോഴും പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയും ബന്ധം വഷളാകാതിരിക്കാൻ വേണ്ടി
അകലം മാറി താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തും വന്നും പോയും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുത്തും ചെയ്യാൻ ആളെ ഏൽപ്പിച്ചുമൊക്കെ ആരുടെ മുമ്പിലും വിഷയം എത്താതിരിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള അവസ്ഥാവിശേഷങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ചേരുവകൾ ചേരുന്ന വിഷയമാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ മർമ്മം. ചില കുടുംബത്തിനകത്ത് നടക്കുന്ന വിഷയങ്ങളെ നമുക്ക് അപ്പടി ഉദ്ധരിക്കാൻ കഴിയില്ലല്ലോ. ഇത്രയും പറഞ്ഞപ്പോൾ മാന്യ സദസ്സിന് ബോധ്യമായിട്ടുണ്ടാകും എന്തായിരിക്കും പ്രശ്നങ്ങൾ എന്നത്. ചില മക്കളോട് മാതാപിതാക്കൾക്ക് പ്രത്യേകമായ വാത്സല്യം കാണിക്കും. ഒരു മക്കളോടും അനീതി കാണിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആൺമക്കളെ അവഗണിച്ച് പെൺമക്കളോട് പ്രത്യേകമായ താല്പര്യവും അവരുടെ കാര്യത്തിൽ വലിയ ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകും. പെൺമക്കളുടെ ഭർത്താക്കന്മാരോടും അങ്ങനെ തന്നെ ആയിരിക്കും, പ്രത്യേകമായ പരിഗണനയും ശ്രദ്ധയും കൊടുക്കും. അപ്പോഴെല്ലാം മറുഭാഗത്ത് ആൺമക്കളും ആൺമക്കളുടെ ഭാര്യമാരും അവഗണിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ സംഭവിക്കാം. പലപ്പോഴും വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമകളെ പരിഗണിക്കുന്ന രീതിയും ഇത്തരം അവസ്ഥയിൽ വളരെ മോശമായ രീതിയിലായിരിക്കും. അപ്പോ ആ പെൺകുട്ടിക്ക് എതിരായി കൊണ്ടുള്ള ഒരു സമീപനം മാതാപിതാക്കൾ സ്വീകരിക്കുകയും അതിനനുസൃതമായി മകൻ കൂടി ആ വിഷയത്തിൽ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും നിൽക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നീതിപൂർവം ഭാര്യയെയും മാതാപിതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പോലും മകൻ കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയും ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാം. ലഞ്ചിപ്പുണ്ടാക്കി പ്രശ്നമാക്കാതെ പോകാൻ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളായി വരികയും ദിവസങ്ങൾ ചിലപ്പോൾ പരസ്പരം നല്ല ബന്ധത്തിലാവാത്ത രീതിയിൽ ആവുകയും ചെയ്യും. പടച്ച തമ്പുരാനെ ഭയന്നിട്ട് അത്തരം ഭയപ്പാടുള്ള മക്കൾ മാതാപിതാക്കളോട് അങ്ങോട്ട് സംസാരിച്ച് ബന്ധം സ്ഥാപിച്ച് അധിക ദിവസം അകന്നു നിൽക്കുന്ന അവസ്ഥ വരാതിരിക്കാനും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി 3 ദിവസത്തിലധികം തെറ്റി നിൽക്കാൻ പാടില്ല എന്ന മർമ്മവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന മക്കളും ഇത്തരം അനുഭവമുള്ള കുടുംബങ്ങളിൽ ഉണ്ട് താനും. മാതാപിതാക്കളും ഒരു വേള ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളുമുണ്ട്. അവരുടെ ഒരു അധികാരവും അവർക്ക് വകവെച്ച് കിട്ടുന്ന ഒരു പവറും എല്ലാം ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിലേക്ക് മാറുന്നവരും അതിനപ്പുറത്ത് മറ്റുള്ളവരെ ആ അർത്ഥത്തിൽ വിശാലമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത അവസ്ഥയും സംഭവിക്കാം. ഇതെല്ലാം ചേരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഗൃഹാന്തരീക്ഷത്തെ മനസ്സിൽ കാണുക, ഏറിയും കുറഞ്ഞുമൊക്കെ. അതിന്റെ ഒരു ഊഷ്മളത അല്ലെങ്കിൽ ആ ഗൃഹാന്തരീക്ഷത്തിന്റെ ഒരു ആത്മബന്ധുത്വത്തിൻ്റെതായ വൈകാരികമായ ബന്ധുത്വത്തിൻ്റെതായ ഒരു അവസ്ഥ ഇല്ലാതെ പോവുകയാണ് ചെയ്യുക. ഇതാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ ആകെ മർമ്മം. അത് കുറെ കൂടി വികസിച്ച് വരുമ്പോ പരസ്പരം മിണ്ടാത്ത, ഒന്നിച്ചു കൂടാത്ത, മുഖത്ത് നോക്കാത്ത, ചിലപ്പോൾ മാതാപിതാക്കളുമായി വർഷങ്ങൾ തന്നെ അകലമുണ്ടായി പോകുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരോടും ഇങ്ങനെ മക്കളെ കുറിച്ച് പരാതി പറഞ്ഞും അല്ലെങ്കിൽ അവരെ കുറിച്ച് ആക്ഷേപം പറഞ്ഞും ചിലപ്പോഴൊക്കെ ശപിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തുകയും ചെയ്യുന്ന വേസ്റ്റായ രീതിയും കാണാം. എന്നല്ല, അത്തരം കുടുംബത്തിനകത്ത് ഈ മാതാപിതാക്കൾ ഇവർക്കുള്ള മക്കളെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും ആ മക്കൾ അഥവാ അവരുടെ പേരക്കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺമക്കളുടെ അടുത്ത് ഈ മകന്റെയും മരുമകളുടെയും കുറ്റങ്ങൾ പറയുകയും ചെയ്യുന്ന അവസ്ഥയോളം അത് പിന്നീട് കുടുംബകലഹമായി മാറുന്ന അവസ്ഥയും ഒക്കെ സംഭവിച്ചതായ അനുഭവങ്ങൾ ഉണ്ട് താൻ. ഇതെല്ലാം ഏറിയും കുറഞ്ഞുമൊക്കെ ഇത്തരം ഒരു സാമൂഹിക ക്രമത്തിനകത്ത് ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇങ്ങനെ മാതാപിതാക്കൾ മക്കളോട് പെരുമാറാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിന് ഇസ്ലാമിലെ പണ്ഡിതന്മാർ ഈ വക കുടുംബത്തിനകത്തുള്ള വിഷയങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ ചോദ്യോത്തര വേളയിലെ ഉത്തരങ്ങളിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന മറുപടി മുആമലത്തുൽ വാലിദി ഔലാദിഹി, മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോട് ഇങ്ങനെ പെരുമാറുക എന്നത് ലാ യജൂസു ശറഅൻ ലാ തജൂസു ശറഅൻ, ശറഇൽ അത് അനുവദനീയമല്ലാത്ത കാര്യമാണ് എന്നാണ്. അത് മിതമായതും എന്നാൽ പറയാൻ പറ്റുന്നതുമായ ഒരു വർത്തമാനം പറഞ്ഞിരിക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും മാതാപിതാക്കൾ പെരുമാറാൻ പാടില്ല എന്നതാണ്. മാതാപിതാക്കളുടെ അറിവില്ലായ്മ, അവരുടെ പരിചയമില്ലായ്മ, അവരുടെ ലോകവിവരത്തിന്റെ കുറവ്, അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമികമായ തർബിയത്തില്ലായ്മ, അല്ലെങ്കിൽ പുതുതലമുറയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആ പുതുതലമുറയുടെ വിദ്യാഭ്യാസവും സംസ്കാരവും അവർ മനസ്സിലാക്കി യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തുള്ള അവസ്ഥ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറാം അവരുടേതായ പ്രകൃതത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ മക്കളോട് മരുമക്കളോട് പെരുമാറാൻ മാതാപിതാക്കൾക്ക് ശറയിൽ അനുവാദമില്ല എന്ന ഒരു ഒറ്റ വർത്തമാനത്തിലാണ് ഈ വിഷയത്തെ ഒതുക്കിയിരിക്കുന്നത്.
അതിനപ്പുറത്ത് പറയാൻ പാടില്ലാത്തത് കൊണ്ടും പറയുന്നത് ഈ മാതാപിതാക്കളോടും അവരെ കുറിച്ചുമാണല്ലോ കൊണ്ടുമായിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത വരാത്ത വിധമുള്ള രീതിയാണ് വീട്ടകത്ത് ഈ മാതാപിതാക്കൾ തന്നെ സൃഷ്ടിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന്റെ ഗൃഹാന്തരീക്ഷത്തെ ഏറ്റവും ചൈതന്യവത്തായ അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള ബാധ്യത മാതാപിതാക്കൾക്ക് തന്നെയാണ്. അവര് ഒരു വയ്യാത്ത അവസ്ഥയിലും വാർദ്ധക്യമായ അവസ്ഥയിലും ഒക്കെ എത്തുമ്പോൾ ന്യായമായും കുടുംബത്തിന്റെ നിയന്ത്രണവും അതിന്റെ നടത്തിപ്പും അതിന്റെ ഏണിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ മക്കളുടെ കയ്യിലായിട്ടുണ്ടാവും. അത് സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരു ഉത്തരവാദിത്തമാണ്. മക്കൾ ഈ മാതാപിതാക്കളെ പരിഗണിച്ചും അവരാണ് കൈകാര്യകർത്താക്കൾ എന്നതിനെ ബോധ്യപ്പെടുത്തിയും ഒക്കെ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കുറെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ ഭാഗത്തുനിന്ന് പറഞ്ഞിരുന്നു. 1-2 അനുഭവങ്ങളും പറഞ്ഞായിട്ടാണ് ഈ ഉള്ളവന്റെ ഓർമ്മ. പക്ഷെ അങ്ങനെ എല്ലായ്പ്പോഴും പെരുമാറാനോ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും അങ്ങനെ ഒരു പെരുമാറ്റം സ്വീകരിക്കാനോ ഈ മക്കൾക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മക്കളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം അവരുടെ പ്രകൃതവും ഇവരുടെ പ്രകൃതവും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ അവസ്ഥ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ഇങ്ങനെ പെരുമാറാൻ പാടില്ല, മക്കൾ പരമാവധി വിട്ടുവീഴ്ച കൊണ്ട് തന്നെ പോകണം എന്ന രീതിയിലുള്ള ഒരു ഉപദേശത്തിന് മാത്രമാണല്ലോ ഈ വക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കുക. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും അവരുടെ ഭാഗത്ത് നമ്മൾ കാണുന്ന ശറഈന് പറ്റാത്ത രീതികളും ശൈലികളും ഉണ്ട് എങ്കിലും അവരുടെ പെരുമാറ്റവും സ്വഭാവവും നമ്മളോട് സ്വീകരിക്കുന്ന സമീപനവും ഒക്കെ വളരെ പ്രയാസകരമായ നമ്മെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് എങ്കിലും നമ്മുടെ ഭാര്യമാരോടും അല്ലെങ്കിൽ നമ്മുടെ മക്കളോടും ഒക്കെ അവർ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് അറിവുള്ള അവസ്ഥയിലുമൊക്കെ എത്ര കണ്ട് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ അത്ര കണ്ട് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ വിഷയകമായി മക്കളോട് ഈ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഉപദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മാതാപിതാക്കളുടെ അടുത്ത് മക്കൾ ഇത്തരം ഒരു അവസ്ഥയിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. വളരെ പരുക്കനായ കഠിനഹൃദയനായ ഒരു യജമാനന്റെ അടുക്കൽ തെറ്റ് ചെയ്ത ഒരു അടിമ നിൽക്കുന്നത് പോലെ നിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ പരുക്കനായ കഠിനഹൃദയനായ സ്വഭാവം വളരെ റഫായിട്ടുള്ള ഒരു യജമാനൻ, ആ യജമാനന്റെ അടിമ. അപ്പോ ആ യജമാനൻ ഈ അടിമയോട് എത്ര മോശമായിട്ടായിരിക്കും പെരുമാറുക. അങ്ങനെയുള്ള ഒരാളുടെ അടിമയായിട്ടുള്ള ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിരിക്കുന്നു, ഒരു അബദ്ധവും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ യജമാനന്റെ പ്രകൃതം എത്രമേൽ മോശമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ഈ ഉപമ വെച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള പരുക്കനായ ഒരു യജമാനന്റെ മുമ്പിൽ തെറ്റ് ചെയ്ത ഒരു അടിമ നിൽക്കുന്നത് പോലെ, ആ യജമാനന്റെ കൂടെ ഈ അടിമ നിൽക്കുന്നത് പോലെ അങ്ങനെ നിൽക്കാൻ നമ്മൾ പഠിക്കണം എന്ന ഉപദേശം വളരെ അർത്ഥമുള്ളതും ഒരുപാട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരം നമ്മെ തന്നെ ബോധ്യപ്പെടുന്നതുമായ ഒരു ഉപദേശമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മാതാപിതാക്കൾ ശറഈന് അനുവാദമല്ലാത്ത, ശറഈന് വിരുദ്ധമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളോ സ്വഭാവങ്ങളോ കാണിക്കാൻ പാടില്ല എന്ന് പൊതു ഉപദേശത്തിന് ശേഷം മക്കളെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, പരമാവധി സംയമനം പാലിക്കണം, നല്ല നിലക്ക് തന്നെ പെരുമാറാൻ ശ്രമിക്കണം. കാരണം ഇങ്ങനെയൊക്കെയാണ് മാതാപിതാക്കൾ എങ്കിൽ പോലും ഫൽ വാജിബു നിർബന്ധമാണ് അൻ തഅലമ നിങ്ങൾ അറിഞ്ഞിരിക്കൽ അന്ന വാലിദൈക അന്നലി വാലിദൈക ഹഖൻ എന്തൊക്കെയായിരുന്നാലും നിനക്ക് നിന്റെ മാതാപിതാക്കളോട് ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. ലാ യസ്കുത്തു ആ ബാധ്യത ഒരിക്കലും ഇല്ലാതാവുകയില്ല. വലൗ കാനാ മുശ്രിക്കീൻ ആ രണ്ട് മാതാപിതാക്കൾ മുശ്രിക്കീങ്ങളാണെങ്കിൽ പോലും. ഇതാണ് ആ ഉപദേശത്തിന്റെ സമാപനം. അഥവാ ഇങ്ങനെയൊക്കെയാണ് മാതാപിതാക്കൾ. നമുക്ക് ഒരുപാട് പരാതികളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ശറഈന് നിരക്കാത്ത രീതി വരെ അവർ ഈ ശൈലി സമീപനത്തിലൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ ഇടുക്കം ഉണ്ടാക്കുകയും പ്രയാസം ഉണ്ടാക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, ഗീബത്തും നമീമത്തും ഒക്കെ ആകാവുന്ന വിഷയങ്ങൾ തന്നെ. അതാണ് ശറഈന് വിരുദ്ധമായതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്, അത് അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയൊക്കെ അവരാണെങ്കിൽ പോലും നമുക്ക് അവരോടുള്ള ബാധ്യത ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഈ മാതാപിതാക്കൾ മുശ്രിക്കീങ്ങളാണെങ്കിൽ പോലും, അഥവാ മാതാപിതാക്കൾ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ പോലും അവരോട് അങ്ങനെ പെരുമാറണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയൊക്കെ നമ്മോട് ഇങ്ങനെ ഈ രീതിയിലുള്ള പ്രയാസകരമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിലും ശരി,
അവരുള്ള ബാധ്യത ഒരിക്കലും നമുക്ക് ഇല്ലാതാകുന്നില്ല. ഇദാകാന ദാഖിലീന ഫീ ജുംലത്തിൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളുടെ ഇനത്തിൽപ്പെടുന്നവരാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ എന്ന്. അഥവാ മുശ്രിക്കീങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് അവരോട് ബാധ്യതയുണ്ടെന്ന് ഇരിക്കെ, നമ്മുടെ മാതാപിതാക്കൾ അൽഹംദുലില്ലാഹ് മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവരാണ് എന്നിരിക്കെ നമുക്ക് ഒരിക്കലും അവരോടുള്ള ബാധ്യത ഇല്ലാതായി പോകുന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയവുമായി ഉണർത്തിയ ആയത്തും ഹദീസും ഒക്കെയാണ് ഉത്ബോധനത്തിന് നമ്മുടെ മുമ്പിൽ അവർ വെക്കുന്നത്. വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ എന്ന ആയത്ത് ഈ വിഷയത്തിൽ ധാരാളമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ ഈ ആയത്ത് പഠിച്ചതാണ്. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ ആ വിഷയം പഠിച്ചിടത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളെല്ലാം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. വളരെ പ്രയാസം സഹിച്ചാണ് മാതാപിതാക്കൾ ഗർഭം ചുമന്നത്, പ്രസവിച്ചത്, മുലയൂട്ടിയത് എന്ന ഭാഗം ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ ഭാഗത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ അത്രയും ത്യാഗം സഹിച്ചവരാണ് മാതാപിതാക്കൾ. വൈൻ ജാഹദാക അലാൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, അവരെ നിനക്ക് ധിക്കരിക്കാൻ ഒരവസരം മാത്രമാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അത് അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി, തൗഹീദിന് വിരുദ്ധമായി ശിർക്കും അതിനനുബന്ധമായ കാര്യങ്ങളും ചെയ്യാൻ കൽപ്പിച്ചാൽ അതിൽ അവരെ അനുസരിക്കാൻ പാടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും അനുസരിക്കണം. സാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫ, നല്ല നിലക്ക് അവരുമായി സഹവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് സൂറ ലുഖ്മാനിലെ ആയത്തും ഈ വിഷയത്തിൽ നമ്മുടെ ബാധ്യതയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി എടുത്തു പറഞ്ഞിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയമായി ഇത്തരം വിഷയങ്ങൾക്ക് ഒരു മറുപടി എന്നോണം പറഞ്ഞ ഒരു ഹദീസ് കൂടി ഈ ചർച്ചയിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി വളരെ ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ, അവരെ പരിഗണിക്കാതിരിക്കുന്നതിനെ, അവരെ അവഗണിക്കുന്നതിനെ കുറിച്ച് വലിയ ശക്തമായ താക്കീത് റസൂലുള്ളാഹി നൽകിയിട്ടുണ്ട്. അഷദ്ദു തഹ്ദീറ, ആ താക്കീതുകളെല്ലാം വളരെ കഠിനമായ താക്കീതുകളാണ്. ഹൈസുകാല, ഒരു ഘട്ടത്തിൽ ഇത്ര വരെ റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, തിരുനബിയുടെ മദീന പള്ളിയിൽ സദസ്സിന്റെ നേരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽ വെച്ച വലിയ പാപങ്ങളെ, വൻ പാപങ്ങളിൽപ്പെട്ട വലുതിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സലാസൻ, 3 തവണ റസൂലുള്ളാഹി ഇങ്ങനെ ചോദിച്ചു. അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട വലിയ ഒന്നിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് 3 തവണ ചോദിച്ചപ്പോ ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ പറഞ്ഞു, സഹാബത്ത് പറയാണ്, അതേ റസൂലെ അങ്ങ് അറിയിച്ചു തന്നാലും. കാലാപ്പ് റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുൽ ശിർക്ക് ചെയ്യൽ, പങ്കു ചേർക്കലാണ്. ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്ദി കേട് കാണിക്കലാണ്, അനുസരണക്കേട് കാണിക്കലാണ്, അവരെ വെറുപ്പിക്കലാണ്, അവരെ അവഗണിക്കലാണ്. ഇതെല്ലാം അക്ക എന്ന പദത്തിന്റെ അർത്ഥമാണ്. വക്കാന മുത്തക്കിയൻ, ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ ചാരി നിൽക്കുകയായിരുന്നു, തൂണിലോ മറ്റോ ചാരി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ജലസ, അദ്ദേഹം ഇരുന്നു. എന്നിട്ട് ഫക്കാല, പിന്നീട് 3ാമത് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞു, അലാ അറിയണം, ഖൗലുസ്സൂർ വശഹാദത്തുസ്സൂർ, കള്ളവാക്കും കള്ളസാക്ഷ്യവും, അതാണ് പിന്നീട് വൻപാപങ്ങൾ. അപ്പൊ 1ാമത് വൻപാപങ്ങൾ ശിർക്കാണ്. 1, 2 മാതാപിതാക്കളെ പരിഗണിക്കാതിരിക്കലും അവഗണിക്കലും യഥാവിധി അവരെ ശുശ്രൂഷിക്കാതിരിക്കലുമാണ്, അല്ലെങ്കിൽ അവരെ പരിചരിക്കാതിരിക്കലാണ്. 3ാമത്തെ കാര്യം ഖൗലുസ്സൂർ വശഹാദത്തുസ്സൂർ, കള്ളവാക്കും കള്ളസാക്ഷ്യവുമാണ്. എന്നിട്ട് റസൂലുള്ളാഹി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ 3 കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ ഖുൽന, എത്രത്തോളം എന്ന് വെച്ചാൽ അവസാനം ഞങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി, ലൈതഹു സഖത, റസൂലുള്ളാഹി ഇത് നിർത്തിയിരുന്നെങ്കിൽ, റസൂലുള്ളാഹി ഒന്ന് നിശബ്ദനായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പരസ്പരം പറയാൻ പറയുന്നവരെ കാര്യങ്ങൾ എത്തി. അഥവാ ഇതിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 3 വൻ പാപങ്ങൾപ്പെട്ട 3 കാര്യങ്ങൾ. അതിലൊന്ന് ശിർക്ക്, 2 ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ അവഗണിക്കലും വെറുപ്പിക്കലും അകറ്റലും, 3ാമത്തേത് കള്ളവാക്കും കള്ളസാക്ഷിയും. ഇത് റസൂലുള്ളാഹി അദ്ദേഹം നിർത്തിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന അത്രയും വരെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നതാണ് അതിന്റെ മർമ്മം. അഥവാ അത്ര തവണ റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടേയിരുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ. അതുകൊണ്ട് അൻ തബറ ബിവാലിദൈക, നിന്റെ മേൽ നിർബന്ധമാണ് മാതാപിതാക്കളോട് പുണ്യം ചെയ്യൽ, അവരോട് എപ്പോഴും നല്ല നിലക്ക് തന്നെ വർത്തിക്കൽ, അവരേത് അവസ്ഥയായിരുന്നാൽ പോലും. വതഹ്തരിമുഹുമാ, അവർ 2 പേരെയും ആദരിക്കൽ. വതുസാഹിബുഹുമാ ബിൽ മഅറൂഫ്, അവരോട് 2 പേരോട് നല്ല നിലക്ക് സഹവസിക്കൽ. വഅല്ലാ തുതിഉഹുമാ, അവരെ അനുസരിക്കാൻ പാടില്ലാത്ത ഒരേ ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ. അത് ഇദാ അമറാക ബിമാ ലാ യർളല്ലാഹ്, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിന് അവർ നിന്നോട് കൽപ്പിച്ചാൽ ആ വിഷയത്തിൽ
അതിലൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അനുസരിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പൊ എത്രത്തോളം നമുക്ക് ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടെങ്കിലും നാം അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അവർ ചെയ്യുന്നത് അത്രമേൽ അന്യായമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ തന്നെയും നമ്മുടെ മേലുള്ള ബാധ്യത വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം പരമാവധി വിട്ടുവീഴ്ചയും സംയമനവും പാലിച്ചുകൊണ്ടും ശീലിച്ചുകൊണ്ടും നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നന്നായിട്ട് വർത്തിക്കാൻ നമ്മെ മയപ്പെടുത്തുകയും മെരുക്കുകയും നമ്മെ അതിന് പറ്റുവിധം മിനുസപ്പെടുത്തുകയും നമ്മൾ വിട്ടുവീഴ്ചയുടെയും അതുപോലെ തന്നെ മാപ്പിന്റെയും സഹാനുഭൂതിയുടെയും അവസ്ഥയിലേക്ക് പരിവർത്തിതരാവുകയും നമ്മുടെ ഭാര്യയെയും മക്കളെയും മരുമക്കളെയും ഒക്കെ ആ നിലക്ക് തന്നെ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് എന്നതാണ്. അങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്ന നമുക്ക് അതിനെ വലിയ പുണ്യം അള്ളാഹു തീർച്ചയായും നമുക്ക് നൽകും. അത് കേവലം മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കുന്നതിന്റെ പുണ്യം മാത്രമാവില്ല. അതിനപ്പുറത്ത് മാതാപിതാക്കളുടെ പരുക്കൻ അവസ്ഥകളെ ഇസ്ലാമിക സംസ്കാരത്തിന് അനുസൃതമായ മാറ്റമില്ലാത്ത അവരുടെ പ്രകൃതത്തെ മനഃശാസ്ത്രമോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമീപനമോ സ്വീകരിക്കാൻ കഴിയാത്ത വിധമുള്ള അവരുടെ പരുക്കൻ അവസ്ഥകളെ അതെല്ലാം മനസ്സിലാക്കി അതിനോട് വിട്ടുവീഴ്ചയുടെ മനസ്സ് സ്വീകരിച്ചുകൊണ്ട് നമ്മെ അവര് പലപ്പോഴും പ്രകോപിപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യുമ്പോൾ പോലും നാം പ്രകോപിതരാവാതെയും പലപ്പോഴും മനുഷ്യ സഹജമായി പ്രകോപിതരായാൽ ഉടനെ തന്നെ അതിന് സോറി പറഞ്ഞും ക്ഷമാപൂർവവും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയും വീണ്ടും നല്ല നിലക്ക് അവരോട് പെരുമാറാൻ ശ്രമിച്ചുമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് തീർച്ചയായും തമ്പുരാൻ വലിയ അളവിലുള്ള പ്രതിഫലം നൽകും എന്നതാണ് ഈ ഉത്ബോധനത്തിന്റെ ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പറഞ്ഞിരിക്കുന്നു പണ്ഡിതന്മാർ. അതിലൊന്ന്, മാതാപിതാക്കളെ ചില കാര്യത്തിൽ ധിക്കരിക്കേണ്ടി വരും. ആ ധിക്കാരം ചെയ്യേണ്ടിടത്ത് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതൊരിക്കലും ഒപ്പുവെക്കുൽ വാലിദൈനിൽ പെടില്ല എന്നാ. അഥവാ മാതാപിതാക്കളെ വെറുപ്പിക്കൽ എന്ന, അവരെ അവഗണിക്കൽ എന്ന, അവരെ പരിഗണിക്കാതിരിക്കൽ എന്ന, അവരെ ആദരിക്കാതിരിക്കൽ എന്ന, അല്ലെങ്കിൽ അവരെ അനാദരിക്കൽ എന്ന അവസ്ഥയിലേക്ക് എത്തുകയില്ല എന്നാണ്. ഒരു ഉദാഹരണം ഈ പണ്ഡിതന്മാർ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത്, തർക്കു ത്വാഅത്തിൽ വാലിദൈനി, മാതാപിതാക്കളെ അനുസരിക്കൽ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും, അഥവാ അനുസരിക്കാതിരിക്കേണ്ടി വരും. ഇത് അഴുത്താത മിൻഹുമ, അവർ രണ്ടുപേരും പതിവാക്കിയാൽ, അൽ ഹുംഖ് എന്ന് പറഞ്ഞാല് അവിവേക പ്രവർത്തനങ്ങളും വിഡ്ഢിത്തപരമായ പ്രവർത്തനങ്ങളും അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ മാതാപിതാക്കൾ. അത് ചില വാശിയും ദേഷ്യവും ആ വാശി കേറിട്ട് പിന്നീട് വിദ്വേഷവും മക്കളോട് തന്നെ ശത്രുതയും ഒക്കെ ആയി പോകുമ്പോൾ ചെയ്യുന്ന ചില രീതികളാണ്. അത് വളരെ അപൂർവം സംഭവിക്കുന്ന ചില എക്സെപ്ഷണൽ കേസുകളാണ്. ചില ആളുകളുടെ പ്രകൃതവുമായിട്ട് ഇതിന് വലിയ ബന്ധം ഉണ്ടാകും. അവർ ചിലപ്പോൾ ചെറിയ വിഷയങ്ങളിൽ പിണക്കമാകും, പിന്നീട് ആ പിണക്കം അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന് വലിയ മുറിവാക്കി മാറ്റിയിട്ടുണ്ടാകും. അത് ക്രമേണ ദേഷ്യവും വാശിയുമാകും. അത്തരം ദേഷ്യവും വാശിയും ഒക്കെ അവരുടെ മാനസികമായ നിലയെ തന്നെ തെറ്റിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. അതിന്റെ പേരിൽ അവർ ചില അരുതായ്മകൾ ചെയ്യും. മക്കളെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ പകരം വീട്ടുക എന്ന അവസ്ഥയിലൊക്കെ ആവാം. ഇതെല്ലാവരും സംഭവിക്കുന്ന കാര്യമൊന്നും ആവില്ല. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ അവര് അവിവേകത്തിൻ്റെതായ, വിഡ്ഢിത്തത്തിൻ്റെതായ, വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ വരെ ചെയ്തേക്കാം. ആ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് എടുത്ത് പറയുന്നതിന് പകരം അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കൂട്ടി ഇങ്ങനെ ഒരു തലക്കെട്ടിലങ്ങ് ഒതുക്കിയിരിക്കുകയാണ്. അങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും അവർ ഷറഇനെ പരിഗണിക്കില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിക്കില്ല. ഇസ്ലാമിന്റെ കുടുംബ നിയമങ്ങൾ, ഇസ്ലാമിന്റെ സാംസ്കാരിക നിയമങ്ങൾ, ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങൾ അതൊന്നും പരിഗണിക്കൂല. അവരുടെ സ്വത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ സ്വഭാവങ്ങളിലോ അല്ലെങ്കിൽ അവര് മക്കളോടും അടുത്ത കുടുംബത്തോടെ കാണിക്കേണ്ടുന്ന രീതികളോ അതിലൊന്നും ഈ വക ഷറഇന്റെ ഒരു നിർദ്ദേശവും പാലിക്കാതെ തന്നെ അവർ അവിവേകപരമായ, വിഡ്ഢിത്തപരമായ, ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന അവസ്ഥ വരും. വലം തൽഹർ മസ്ലഹത്തുൻ, അവർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു നന്മയും ഒരു ഇസ്ലാഹും ഉണ്ടാവില്ല. ചെയ്യുന്നതെല്ലാം വിഡ്ഢിത്തമാണെന്നും അവിവേകമാണെന്നും വാശി പിടിച്ച് ചെയ്യുകയാണെന്നും ഒക്കെ നമുക്ക് ബോധ്യമാകും വിധമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കേണ്ടതില്ല. അവർ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നിശബ്ദം നോക്കി നിൽക്കേണ്ടതില്ല എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അവർ സ്വത്തുമായി ബന്ധപ്പെട്ടെന്തോ അവിവേകം ചെയ്യുന്നു, വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. അത് നമ്മൾ നിന്ന് കൊടുക്കേണ്ടതില്ല. അതിന് നാട്ടിലെ മനുഷ്യരും അതുപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇസ്ലാമിൻ്റെതായ ക്രമങ്ങൾ, മഹല്ല് സംവിധാനങ്ങൾ, ബന്ധപ്പെട്ട ആളുകൾ, മസ്ലഹത്തിന് ശ്രമിക്കുന്നവർ,
അതിനപ്പുറത്തേക്ക് അവിടെ കൈ നിൽക്കാത്ത വിഷയമാണെങ്കിൽ നാട്ടിൽ നിയമവും കോടതിയും ഒക്കെ ആയി അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ എത്താതിരിക്കുകയാണ് വേണ്ടത്. സാധാരണഗതിയിൽ ഇസ്ലാമിക സംവിധാനത്തിനകത്തൊക്കെ കുടുംബ കോടതികൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് കോടതികളല്ല. അത് പള്ളിയും പള്ളി സംവിധാനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പണ്ഡിതന്മാരും അവരുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ സുലഹാക്കാൻ പറ്റുന്ന വിഷയങ്ങളെ ഉണ്ടാവാറുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ പിന്നീട് ചിലപ്പോ വാശിയും വട്ടവും ഒക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ തിരിച്ചു സംഭവിക്കാം. എന്തായിരുന്നാലും അത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ ചെയ്യുന്ന അത്തരം കാര്യങ്ങളെ നമ്മൾ അനുസരിക്കുകയോ അതിന് വിട്ടുകൊടുക്കുകയോ ചെയ്തുകൊണ്ട് നിൽക്കേണ്ടതില്ല എന്നും അതിന് അവരെ പിന്തിരിപ്പിക്കാനും മറ്റും വേണ്ട ശ്രമങ്ങൾ നടത്തണമെന്നും ഇബ്നു ഹജർ ഹൈതമി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വക വിഷയങ്ങളെ കുറിച്ച് ചർച്ചയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തർക്കു ത്വാഅത്തിൽ വാലിദൈനി, ആ അവസ്ഥയിൽ മാതാപിതാക്കൾക്കുള്ള അനുസരണം ഉപേക്ഷിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. ഫീമാ ഫീഹി മുദിറത്തുൻ ലക, അവരുടെ ഇടപെടലുകൾ വലിയ ഉപദ്രവകരമായ അവസ്ഥയിലെത്തുകയും ഔ ഫവാത്തി മസ്ലഹത്തിൻ ലാഹിറ, അവർ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു നന്മയുമില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ ആവുകയൊക്കെ ചെയ്യുന്ന ഘട്ടങ്ങളിൽ മാതാപിതാക്കൾക്കുള്ള അനുസരണം നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടതില്ല. ആ വിഷയത്തിൽ കുടുംബ വിഷയങ്ങൾ നമുക്ക് ആളുകളെ ബന്ധപ്പെടുത്തി മറ്റൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ എങ്ങനെയാണോ അതിന് നല്ല പരിഹാരം സാധ്യമാവുക അത് കുറച്ച് അകറ്റി നിർത്തിയിട്ടും മാറ്റി നിന്നിട്ടും അല്ലെങ്കിൽ ആളുകൾ മാറി മാറി പരിചരിച്ചിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ചികിത്സക്ക് വിധേയമാക്കിയിട്ടും ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആവാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ വിഷയകമായ ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ലൈസലി അഹദിൻ ഇല്ലാ അബവൈനി ഐ യൽസിമൽ വലദ ഔൽ ബിൻത ബിനിക്കാഹിൻ മൻ ലാ യുരീദ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് മാതാപിതാക്കൾ നിർബന്ധിക്കുകയാണെങ്കിൽ അതിൽ അനുസരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അഥവാ മാതാപിതാക്കള് മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന വിഷയത്തിൽ അവരുടെ ഒരു പിടിവാശിക്ക് അനുസൃതമായി ഈ മക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ബന്ധങ്ങൾ തെരഞ്ഞെടുത്തിട്ട് അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് സമ്മതിക്കേണ്ടതില്ല, അവിടെയും അനുസരിക്കേണ്ടതില്ല. വൈനഹു ഇദം തനാലാ യകൂന ആഖ, അത്തരം ഒരു ഘട്ടത്തിൽ ആ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുക എന്നത് ഒരിക്കലും ഉഖൂഖുൽ വാലിദൈനിൽ പെടില്ല എന്നാണ്. അഥവാ മാതാപിതാക്കളെ ധിക്കരിക്കലാവില്ല എന്നാണ്. ഇത് വളരെ പ്രകടമായി മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെ നിർബന്ധിച്ച് ചെയ്യുന്ന അവസ്ഥ ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല എന്നായിരുന്നാലും, പക്ഷെ നമ്മൾ വ്യത്യസ്തമായ അവസ്ഥകൾ അപ്പൊ അഭിമുഖീകരിക്കുന്നുണ്ടാവുക. മക്കള് നേരത്തെ തന്നെ ചില ബന്ധങ്ങളൊക്കെ കണ്ടെത്തി പിന്നെ ആ ബന്ധങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ അവസാനം മാതാപിതാക്കൾ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയാണ് ഇപ്പോഴൊക്കെ നോർമലി നടക്കുന്നതെന്ന് തോന്നുന്നത്. എല്ലായിടത്തുമല്ല, അത്തരം പ്രശ്നങ്ങൾ ധാരാളം വരാറുള്ളത്. എന്നാൽ മുമ്പ് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. തിരുനബിയുടെ കാലത്ത് പോലും സംഭവം ഉണ്ടായത് ഹദീസിലുണ്ട്. ഒരു പെൺകുട്ടി തിരുനബിയുടെ സദസ്സിൽ കയറി വന്നിട്ട് എന്റെ വാപ്പ ഇന്ന ആളെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അന്ന് സംഭവിച്ച കാര്യ. ഇഷ്ടമില്ലായയുടെ കാരണവും ആ പെൺകുട്ടി ബോധ്യപ്പെടുത്തി എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ റസൂലുള്ളാഹി ഇത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ആ പിതാവിനെ വിളിച്ചിട്ട് ആ വിവാഹം നടത്തി കൊടുക്കേണ്ടതില്ല, നിങ്ങളുടെ മോൾക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. അപ്പൊ ആ ഒരു മർമ്മം വെച്ചുകൊണ്ടാണ് ഈ വർത്തമാനം ഇസ്ലാമിന്റെ ശരിയായ രീതിയിൽ നേരെ ചൊവ്വേ കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന അവസ്ഥയിൽ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു, ആ പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിവാഹ ബന്ധമാണ്. അല്ലെങ്കിൽ ആൺമകനെ കൊണ്ട് നിർബന്ധിച്ചൊരു കല്യാണം കഴിപ്പിക്കുന്നു, ആ പെൺകുട്ടിയുടെ സ്വഭാവ പെരുമാറ്റ രീതികളോ അവരുടെ കൾച്ചറോ ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ പാടില്ല. അതിൽ വിസമ്മതിക്കുന്നത് ഒരിക്കലും മാതാപിതാക്കളെ ധിക്കരിക്കലാവില്ല എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു വെച്ചിരുന്നു. ഇതാണ് ഈ വക വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ചർച്ചകളുടെയും ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഒരു വർത്തമാനം. ഇത് മൂർത്തമായ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിന്റെ അപ്പുറം ഇപ്പുറം പറഞ്ഞു പോകരുത്. അങ്ങനെയല്ല, നമ്മുടെ മുമ്പിൽ ഉള്ള പൊതുവെയുള്ള വിഷയങ്ങളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പൊതു വിഷയമായി എടുത്തുകൊണ്ടുള്ള സംസാരമാണ് ഇപ്പോൾ നടത്തിയത്. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ ആവില്ല ചിലപ്പോ നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ ഇസ്ലാം പഠിക്കുകയും ഇസ്ലാമിക സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും നമുക്ക് പൊതുബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും മറ്റുള്ളവരുമായി ഇടപഴക്കങ്ങളും ചിലപ്പോൾ നാട് വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കുന്നത് മുഖേന ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മുടെ മാതാപിതാക്കൾ അങ്ങനത്തെ അവസ്ഥ ഉള്ളവരാവുകയില്ല, അവര് വളർന്നത് ശരിച്ച രീതി ഉണ്ടാവാം. അപ്പൊ അതിൻ്റെതായ പ്രശ്നം അനുഭവിക്കേണ്ടി വന്നേക്കും. ഒന്ന്, മറുഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കില്ല അവരുടേത്. അവരുടെ കാഴ്ചപ്പാടിൽ അവർ കാണുന്ന നന്മയിലേക്ക് എത്താൻ കഴിയാത്ത വിധം നമ്മൾ എത്രയോ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉയർന്നു വരാത്ത അവസ്ഥയും ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവിടെ മുതൽ തുടങ്ങി അങ്ങനെ പ്രശ്നങ്ങളുടെ
ചെറുപ്പത്തിനനുസരിച്ചുള്ള അസ്കതകൾ ഇതെല്ലാം സംഭവിക്കും. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടതിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിച്ച കുടുംബങ്ങൾ അവർ മനസ്സിലാക്കുക എന്റെ മാതാപിതാക്കൾ എന്താ ഇങ്ങനെ എന്നാണ്, ശരിയായിരിക്കാൻ ചിന്തിക്കാം. പക്ഷെ ഇതൊരു പരീക്ഷണമാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് പുണ്യം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഉള്ളതിനെ കുറിച്ച് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് നന്മ എന്തായാലും എത്രയോ വലുതാണ്. ആ നന്മയൊക്കെ നമ്മൾ എന്തായാലും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരോട് നല്ല വർത്തിക്കാൻ നമ്മളല്ല കൽപ്പിച്ചിരിക്കുന്നു. നമുക്കത് ബാധ്യതയാണ്, നമ്മുടെ സ്വർഗ്ഗം ഉറപ്പുവരുത്തുന്ന വഴിയാണ്. നേരെ ചൊവ്വേ നല്ല ഊഷ്മളമായ ബന്ധത്തിലാണെങ്കിൽ അത് വലിയ താല്പര്യത്തോടു കൂടിയും നമുക്ക് വൈകാരികമായ അറ്റാച്ച്മെന്റിനും അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ വൈകാരികതയും പശിമയും ഇത്തരം ചില പ്രകൃതങ്ങളെ കൊണ്ട് മാതാപിതാക്കളുടെ ഭാഗത്തോ നമ്മുടെ ഭാഗത്തോ ഒക്കെ ആവാം, അതിന്റെ പശിമ അറ്റുപോകാം. ആ പശിമ അറ്റുപോകുന്നത് അതിനപ്പുറത്തേക്ക് ഒരു വെറുപ്പിന്റെയും അകലത്തിന്റെയും അസ്വസ്ഥതയുടെ അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കലാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം നമ്മെ സംബന്ധിച്ചോളം ഇവരോടുള്ള ബാധ്യതകൾ നമ്മൾ എന്താണ് നിർവഹിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച ആ വർത്തമാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, അവർ മുശ്രിക്കുകളാണെങ്കിൽ പോലും നമുക്ക് അവരോടുള്ള ബാധ്യത ഒഴിവായി പോകുന്നില്ല. എന്നിരിക്കെ ഇസ്ലാമിക വൃത്തത്തിൽപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ എത്രമേൽ അവരോട് കടപ്പെട്ടിരിക്കുന്നതാണ്. അതൊരു ലളിതമായ എന്നാൽ വലിയ ഒരു സത്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് പരമാവധി പ്രയാസങ്ങളെ ഒതുക്കി നിർത്തി അവരുടെ അവസാനം വരെ അവരെ പരിചരിച്ചും അവർക്ക് പരിഗണന കൊടുത്തും അവർ ചെയ്യുന്ന അന്യായങ്ങളെ നമ്മൾ ആ നിലക്ക് തന്നെ നമ്മുടെ സാമൂഹിക ക്രമത്തിനകത്ത് നല്ല നിലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അധികം പുറത്ത് വിഷയങ്ങൾ വരാതെയൊക്കെ ഒതുക്കി നിർത്തി കൈകാര്യം ചെയ്തും എന്നാൽ അവരുടെ ബാധ്യതകൾ നിർവഹിച്ചും അവർക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ നമ്മൾ അടുത്തുണ്ട് എന്ന രീതിയിൽ തന്നെ അവർ അത് സന്തോഷത്തോടെ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ സന്തോഷത്തോടെ അത് അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അവരുള്ള ബാധ്യത ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ്. ഒരു സംഭവം പറയാം. ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി, നല്ല ദീനുള്ള മാന്യനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായില്ല. അദ്ദേഹം ആവട്ടെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഈ ഇസ്ലാം സ്വീകരിച്ച ഈ മകൻ മാതാപിതാക്കളെ പരിഗണിക്കുന്ന രീതി അവരുടെ മതത്തിലുള്ള ആളുകളിൽ പോലും വലിയ ചർച്ചയായ അവസ്ഥയായിട്ട് പോലും അവസാന ഘട്ടം വരെയും ഈ മാതാവും പിതാവും ഈ മകനെ മത്സരിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതി സ്വീകരിച്ചവരാണല്ലോ ഈ മകൻ. അവസാനം വരെ ആക്ഷേപങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളെ പരിചരിച്ച് അവസാന ഘട്ടം വരെയും അവരോട് പറയാൻ പറ്റുന്ന അളവിലൊക്കെ ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തും എന്നാൽ അവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷയും ചെയ്തും അവസാനം അവരുടെ മരണശേഷം ഈ മകൻ പിന്നീട് സ്വതന്ത്രമായിട്ട് ഒരു ഇസ്ലാമിക സാമൂഹിക ക്രമത്തിനകത്ത് കുടുംബവുമായി ജീവിച്ചതുമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെയാണ്. എന്തായിരുന്നാലും നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ എത്താതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നല്ല നിലക്ക് തന്നെ പെരുമാറാൻ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അപ്പൊ നമ്മുടെ പരിശ്രമവും നമ്മൾ അനുഭവിക്കുന്ന അവരുടെ ഭാഗത്തുള്ള ഇത്തരം ചില പ്രശ്നങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന മനപ്രയാസവും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം ആകുമ്പോൾ നമ്മുടെ മനസ്സ് കാണുന്ന തമ്പുരാൻ അവർക്ക് നല്ല മനസ്സും നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഒക്കെ നൽകി അവരെ ഒന്ന് അള്ളാഹു ഇടപെട്ടുകൊണ്ട് ക്രമീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും. അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ നന്നായിട്ട് ക്ഷമ അവലംബിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുവിൻ എന്ന വാക്യം ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വരെ നമുക്ക് നല്ല ഒരു ഗൈഡൻസ് ആണ്. ആ ഒരു സംഗതിയെ അവലംബിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനാണ് നമുക്ക് കരണീയം. അതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ഇനി നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം സമൂഹത്തിൽ എത്തുന്നത് മുഖേന നമ്മൾ ഏറെക്കുറെ പിന്നെയും പ്രയാസകരമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുക. ആരും അതിനെ പോസിറ്റീവായിട്ട് എടുക്കൂല. കാരണം ഇത്തരം വിഷയങ്ങളിലൊക്കെ പൊതുവെ സമൂഹത്തിലുള്ള കുനിഷ്ടും കുഞ്ഞായ്മയും ഇത്തിരി അസൂയയും ഒക്കെ ആണെങ്കിൽ ആ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ പരമാവധീകരിക്കാനും മറ്റുള്ള ശ്രമങ്ങളായിരിക്കും സാധാരണഗതിയിൽ നടക്കുക എന്നതും പഠിക്കേണ്ടുന്ന ഒരു വശമാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഞങ്ങളുടെ നാട്ടിന് പുറത്തൊരു ചൊല്ലുണ്ട്, ഒരാൾ ദേഷ്യം വന്ന് എന്തോ പ്രശ്നത്തിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഉമ്മാനൊന്ന് തല്ലിയത്രയും. ഉമ്മാനെ തല്ലാൻ പാടില്ല കേട്ടോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മകൻ ഉമ്മയെ നന്നായിട്ട് തല്ലിയതിന്റെ ഒരു ചിത്രം എടുത്ത് കണ്ടവൻ ഞെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മ പിറ്റേന്ന് പോയിട്ട് പറഞ്ഞ എനിക്ക് മകനോട് ദേഷ്യം അവൻ പാവാണെന്നാണ്. അത് നമ്മുടെ തെക്കൻ ഭാഗത്ത് സംഭവിച്ച സംഭവമാണ്. സമാനമായ സംഭവങ്ങൾ കൂടിയും കുറഞ്ഞും ഒക്കെ പലയിടത്തും ഉണ്ടായും വരുന്നത്. അത് മുസ്ലിം കുടുംബം തന്നെയാണെന്നാണ് ഏറെ വേദനാജനകമായ അവസ്ഥാവിശേഷം.
എന്തായാലും ഉമ്മാനെ തല്ലിയാലും ആളുകൾ രണ്ടു തരം വർത്താനം പറയും. ഒരു കൂട്ടർ പറയും ആ ഉമ്മാക്കൊന്ന് കിട്ടേണ്ടതിന്, അതിന്റെ നാവ് അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ കയ്യിരിപ്പ് അങ്ങനെയാണ്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. മറ്റൊരു കൂട്ടർ പറയും എന്തായാലും അവൻ ചെയ്തത് ശരിയായില്ല, അവൻ ഉമ്മാനെ തല്ലിയില്ലേ എന്ന് പറയും. അപ്പൊ എന്തായാലും എന്ത് പ്രശ്നം വന്നാലും ഈ രണ്ട് വർത്തമാനക്കാരും സമൂഹത്തിലുണ്ടാവും. വർത്തമാനം പറയാൻ അവസരം കൊടുക്കാത്ത വിധം ക്ഷമാപൂർവ്വം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും അതിൽ എത്ര കണ്ട് അത് ഒതുക്കി നിർത്തി നമ്മൾ പരമാവധി സംയമനം പാലിച്ചു പോകുന്നു, അത്ര കണ്ട് പടച്ചവൻ നമ്മോട് കനിയും എന്നല്ല. നമ്മുടെ ആ സന്മനസ് കാരണം അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ മനസ്സ് നന്നാക്കി കൊടുക്കും, അവരുടെ പരലോകം നന്നാക്കി കൊടുക്കും. ശേഷം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭവനത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് നാം ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ബന്ധത്തിൽ വളരെ ഹൃദ്യമായ ഒരവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ അവസരവും കിട്ടും. അവിടേക്ക് വിഷയങ്ങളെ എത്തിക്കുക എന്നാണ് ബുദ്ധിപരമായ നീക്കം. അള്ളാഹു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തെയും മാറ്റിത്തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളും നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങളും നാം ആഗ്രഹിക്കുന്ന വിധാനത്തിലേക്ക് അള്ളാഹു മാറ്റി പരിവർത്തിക്കുമാറാവട്ടെ. അതിനായി നാഥൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അവരുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയും വിധമുള്ള കെൽപ്പും ശേഷിയും നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് നാം ആഗ്രഹിക്കും വിധമുള്ള നല്ല സമീപനങ്ങൾ നമുക്ക് ലഭ്യമാകാനും നമ്മുടെ മക്കളോട് ഇസ്ലാമിന്റെ ഒരു സംസ്കാരത്തിനകത്ത് നിന്നുകൊണ്ട് നല്ല നിലക്ക് നേതൃപരമായ ഒരു പങ്ക് നിർവഹിച്ചുകൊണ്ട് തന്നെ അവരെ നയിക്കാനും അവരെ വളർത്താനും അള്ളാഹു നമ്മളായി ഇപ്പോൾ മാതാപിതാക്കളായി മാറിയിരിക്കുന്ന നമുക്ക് അള്ളാഹു പ്രത്യേകമായ ഉദവിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا من لدنك رحمة وهيئ لنا من امرنا رشدا. رب ارحمهم كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.